പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കുക. ഇന്നോട്ട് നോക്കുകയാണെങ്കിൽ ഒരു 83 ഡേയ്സ് 2005 to 2022 വരെയുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡഡ് ആണ്. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേസർ എക്സാമിനെ കുറിച്ചാണ്. ട്രേസറിന്റെ സിലബസും അതിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ട്രേസർ എന്ന് പറയുമ്പോൾ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ വേക്കൻസി ആണ് കൂടുതൽ പേരും ചോദിച്ചിട്ടുള്ളത് അല്ലെ. വേക്കൻസീസ് നമ്മൾ ഈ എക്സാം ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഡിസ്ട്രിക്ട് വൈസ് ആണ് എക്സാം. ആപ്ലിക്കൻസും അതുപോലെ തന്നെയാണ് ഡിസ്ട്രിക്ട് വൈസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ വേക്കൻസീസ് എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പി എസ് സി സൈറ്റിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. വേക്കൻസീസ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, പി എസ് സി സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നല്ല, പി എസ് സി സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ കാറ്റഗറി നമ്പർ എത്രയാണ്? 600/2023 ആണ് എന്ന് പറയുന്നത് ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. എക്സാം ഡേറ്റ് വരുന്നത് എന്നാണ്? നവംബർ 22 നവംബർ 22, 2024 ഈ എക്സാം വരുന്നതെന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ കൊടുക്കാൻ ഇപ്പൊ നിലവിൽ പ്രൊഫൈൽ അവൈലബിൾ ആണ്. എല്ലാവരും കൺഫർമേഷൻ കൊടുക്കാം. ഓഗസ്റ്റ് 23 മുതൽ സെപ്റ്റംബർ 11 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൺഫർമേഷൻ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ആപ്പിൽ ഇതിന്റെ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് എന്ത് ചെയ്യാം, കോഴ്സ് പർച്ചേസ് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെപ്റ്റംബർ 12 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സെപ്റ്റംബർ 12 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോൾ ലോഞ്ചിങ് ഓഫർ അവൈലബിൾ ആണ്. ലോഞ്ചിങ് പ്രൈസിലാണ് കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. 899 rupees ആണ് ഇപ്പോൾ നിലവിലെ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്. 3 months വാലിഡിറ്റി കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് സിലബസ് നോക്കാം. 10 modules ആയിട്ടാണ് സിലബസ് കൊടുത്തിരിക്കുന്നത്. മൊഡ്യൂൾ 1 ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് 8 marks ആണ്. ഇതിന്റെയൊക്കെ എങ്ങനെ നമ്മൾ എത്ര ദിവസം ഇനി പഠിച്ചാൽ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് വഴിയെ പറയുന്നതായിരിക്കും. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറയുന്നതായിരിക്കും. പിന്നെ ഏത് ബുക്കാണ് റെഫർ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സിലബസ് പറഞ്ഞതിന് ശേഷം പറയുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ മൊഡ്യൂൾ 1 ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. ഇതിന് 8 marksനാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് സാധാരണ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് തന്നെ. ലേഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ്, ലൈൻസ്, ലെറ്ററിങ്, ഡയമെൻഷനിങ്, സ്കെയില്, ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻ, പ്രൊജക്ഷൻ. ഇതൊക്കെ എന്ത് റെഫർ ചെയ്ത് പഠിക്കുക? നിമി റെഫർ ചെയ്ത്, നിമി ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ദെൻ മൊഡ്യൂൾ 2 ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. BNC എത്ര മാർക്കിനാണ്? 12 മാർക്ക്, 12 marks ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, സ്റ്റോൺസ്, ബ്രിക്ക്, ലൈം, ടിമ്പർ, ടൈൽസ്, സാൻഡ്, സിമെന്റ്, മോട്ടാർ ആൻഡ് കോൺക്രീറ്റ്, admixtures, ഫെറസ് മെറ്റൽസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്, ഗ്ലാസ്, പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽസ്. ഇത്രയാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. 12 marks ആണ് ഉള്ളത്. മൊഡ്യൂൾ 3 ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ 20 marks ആണ്. വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്ട്സ് നോക്കി വെക്കുക. അപ്പൊ മൊഡ്യൂൾ 3 ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സ്റ്റോൺ മേസണറി, ബ്രിക്ക് മേസണറി, കോമ്പോസിറ്റ് മേസണറി, ഫൗണ്ടേഷൻ, ബിയറിംഗ് കപ്പാസിറ്റി, സോയിൽ, സ്കാഫോൾഡിംഗ്, ഷോറിംഗ്, അണ്ടർ പിന്നിങ്, ഡാം പ്രൂഫിംഗ്, ആർച്ചസ്, ലിൻഡൽസ്, സ്റ്റെയർസ്, RCC, then construction reference of BAS code, RCC, lindel, form work, steel structures, doors and windows, roof, floors and floorings. ഇപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് പഠിക്കുന്നവരൊക്കെയാണ് ഇത് ഈസി ആയിരിക്കും. ഈ സിലബസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എക്സാം ഉടനെ വരുന്നതുകൊണ്ട് ഈ സിലബസ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഈ ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് ഇതുവരെയും കവർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 4 ആണ് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ്. അതിനും 12 marks ആണ് കൊടുത്തിരിക്കുന്നത്. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ്, ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസ്, estimation, types of estimation, sanctions, methods of measurements of works, rate analysis, valuation. Okay, module 5 irrigation engineering 6 marks ഉള്ളൂ. terms used in irrigation, water requirement, weirs and bridge barrages, storage and diversion headwork, reservoir, dams, canals, cross drainage works, hydroelectric projects and turbines. Next എന്ന് പറയുന്നത് module 6. മൊഡ്യൂൾ 6 സർവേയിങ് ആണ്. വെയിറ്റേജ് കൂടുതലുണ്ട്. 14 marks ആണ് വരുന്നത്. ചെയിൻ സർവേയിങ്, അതിന്റെ പ്രിൻസിപ്പിൾ, ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത്, കോമ്പസ് സർവേയിങ്, പ്ലെയിൻ ടേബിൾ സർവേയിങ്, ലെവലിംഗ്, കോണ്ടൂറിംഗ്, കർവ്സ്, തിയോഡലൈറ്റ്, റോട്ടർ സ്റ്റേഷൻ, ദെൻ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റംസ്, GPS ഇതൊക്കെ പഠിക്കുക. ദെൻ മൊഡ്യൂൾ 7 AutoCAD 8 marks, ഇൻട്രൊഡക്ഷൻ ടു AutoCAD, ബേസിക് കമാൻഡ്സ്, ടൂൾസ്, ഷോർട്ട് കട്ട് കീസ്, 2D ഡ്രാഫ്റ്റിംഗ്, 3D മോഡലിംഗ്, നോളജ് ഓഫ് ലേഔട്ട് ആൻഡ് പ്രിന്റിംഗ് ഡ്രോയിങ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഈ ഫംഗ്ഷൻ കീസും ഷോർട്ട് കട്ട് കീസും. ഫംഗ്ഷൻ കീസ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് അതുപോലെ കമാൻഡ്സും. നെക്സ്റ്റ് എന്ന് പറയുന്നത്
Module 8 units of measurements and applied mechanics 6 marks ഉള്ളൂ. യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ് നോക്കാം. സിമ്പിൾ മെഷീൻസിനകത്ത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് വരുന്ന ഏരിയ ആണ് അല്ലെ. യൂണിറ്റ്സ് ചോദിക്കാം. അതുപോലെ സിമ്പിൾ മെഷീൻസിനകത്ത് പ്രോബ്ലം ഉണ്ട്. വർക്ക് പവർ എനർജി, ദെൻ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, അതിനകത്ത് ഈ ബീംസിന്റെ കാര്യങ്ങൾ വരാം. കാന്റിലിവർ ബീം അങ്ങനത്തെ മൊമെന്റ് ഒക്കെ കണ്ടുപിടിക്കുന്നല്ലേ, അതൊക്കെ വരാം. ദെൻ മെൻസുറേഷൻ, അതിനകത്തും പ്രോബ്ലംസ് ആണ് വരുന്നത്. ഏരിയ, വോളിയം, അങ്ങനത്തെ സ്പിയറിന്റെ ഏരിയ, അങ്ങനത്തെ പ്രോബ്ലംസ് ആണ് വരുന്നത്. ദെൻ സിമ്പിൾ ട്രിഗ്നോമെട്രി. ഓക്കെ, അപ്പൊ ഇത് പ്രോബ്ലം വരുന്ന ഏരിയ ആണ്. അപ്പൊ ഇത് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇക്വേഷൻസ് ഒക്കെ അറിയുന്ന പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ നിന്ന് വരുന്നത്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 9 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 8 മാർക്സ്. ഇതിൽ എന്തൊക്കെയാ പറയുന്നത്? റോഡ് വരാം, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് അലൈൻമെന്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോഡ്സ്, പിന്നെ റെയിൽവേ എഞ്ചിനീയറിംഗിനകത്ത് ടൈപ്സ് ഓഫ് റെയിൽ സെക്ഷൻസ്, പെർമനന്റ് വേ, സ്ലീപ്പേഴ്സ്, ബലാസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്, ഇതൊക്കെ നോക്കി വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 10 പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. അതിന് 6 മാർക്സ് ആണ്. പൈപ്പ് ആൻഡ് പൈപ്പ് ജോയിന്റ്സ്, ക്വാളിറ്റി ഓഫ് വാട്ടർ, സോഴ്സസ് ഓഫ് വാട്ടർ, ട്രീറ്റ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ, സിസ്റ്റംസ് ഓഫ് സാനിറ്റേഷൻ, ഹൗസ് ഡ്രൈനേജ്, സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്ക് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ടർ ആൻഡ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, സീവർ അപ്പർട്ടൻസസ്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മൊഡ്യൂൾ 10 വരെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ മാർക്സ് നമ്മളിപ്പോ കണ്ടു. ഇത് കൂടാതെ PSC അവസാനം എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിൽ നിന്നല്ലാതെ ഈ ടോപ്പിക്സിൽ നിന്നല്ലാതെ എന്ത് വരാം, വേറെയും ക്വസ്റ്റ്യൻസ് വരാം എന്നൊരു ക്ലോസ് കൂടി പറയുന്നുള്ളൂ. ഓക്കെ, പക്ഷെ ഇതുവരെ നമുക്ക് എക്സാംസിന് സിലബസ് ബേസ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. സിലബസിൽ പറഞ്ഞ പോലെ തന്നെ അത്രയും മാർക്സിനൊക്കെ എക്സാംസിന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. അതായത് നമുക്ക് ആദ്യം അറിഞ്ഞിട്ട് നമ്മുടെ സിലബസ് ആണ്. അതായത് നമ്മളിപ്പോൾ സിലബസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ ആ സിലബസ് എന്ത് ചെയ്യാം, ഒന്ന് പ്രിന്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തു അതിനകത്ത് ടിക്ക് ചെയ്ത് പോയാൽ നമുക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടായിരിക്കും. എന്തുമാത്രം ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു എന്ന് അറിയാൻ പറ്റും. അപ്പൊ എക്സാം പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാനും അതിനകത്തേക്ക് ഈ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും സിലബസ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് കഴിഞ്ഞ വർഷം നടന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും വർക്ക്ഔട്ട് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ തൊട്ട് പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എക്സാം എഴുതുന്ന പോലെ തന്നെ ഇപ്പം 1.5 മണിക്കൂറാണെങ്കിൽ 1.5 മണിക്കൂർ വെച്ച് എടുത്തിട്ട് തന്നെ എക്സാംസ് എഴുതുക. OMR ഷീറ്റിൽ തന്നെ എക്സാം എഴുതുന്ന പോലെ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് തെറ്റിയ ഉത്തരങ്ങൾ നോക്കി വെക്കുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അപ്പം ഓരോ ദിവസം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ OMR ഷീറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ പ്രിന്റ് എടുക്കുക. ഓക്കെ, ദെൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കുക. അതായത് ഈ 2024 നടന്ന ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ട് അങ്ങോട്ട് പുറകോട്ട് പോവുക. 2024 പിന്നെ 2023 അങ്ങനെ ലേറ്റസ്റ്റ് ഒരു 5 ഇയേഴ്സിലെ ഈ അടുത്ത് നടന്ന 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും നിർബന്ധമായും ചെയ്ത് പഠിക്കുക. അതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ട്രെൻഡ്, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ ഒരു പുതിയ പാറ്റേൺസ് അറിയണമെങ്കിൽ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ 2015 2005 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആദ്യം ചെയ്ത് പഠിക്കാതെ, അതൊന്നും പറഞ്ഞാൽ പഴയ കോമ്പറ്റീഷൻ കുറഞ്ഞിരുന്ന സമയത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അതൊക്കെ. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം പുറകിൽ നിന്ന് തുടങ്ങുക. 2024 തന്നെ 2024 തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇനി ടോപ്പിക് വൈസ് സ്റ്റഡി. അതായത് ഈ എക്സാംസ് എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ടോപ്പിക് വൈസും കൃത്യമായിട്ട് പഠിക്കാം. നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക്കിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു മാർഗം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് നമുക്ക് ഈ ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന്. അപ്പൊ എന്ത് ചെയ്യുക, നല്ലതായിട്ട് ഫോക്കസ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഫോക്കസിൽ ലേണിംഗ് ആണ് നമുക്ക് വേണ്ടത്, കൺസെപ്ച്വൽ ക്ലാരിറ്റിയും വേണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ടോപ്പിക് വൈസ് സ്റ്റഡിയും കൊണ്ടുപോകുക. അതുപോലെ തന്നെ പ്രധാനമായിട്ട് വേണ്ട എന്താണ്, റിവിഷൻ. റെഗുലർ ആയിട്ട് നമുക്ക് റിവിഷൻ വേണം, റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, അപ്പം എന്താണ്, പ്രാക്ടീസ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം, മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ 1 വീക്ക് പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, വീക്ക്ലി റിവൈസ് ചെയ്യുക, പിന്നെ മന്ത്ലി റിവൈസ് ചെയ്യുക. അങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും. ഓക്കെ, ഇനി നമുക്ക് ഇനിയുള്ള ഒരു എത്ര ദിവസമുണ്ട് നമുക്ക് ബാക്കി. ഇപ്പൊ ഇന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ ഒരു 83 ഡേയ്സ്, നവംബർ 22 ഒരു 83 ഡേയ്സോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു 60 ഡേയ്സിന്റെ പ്ലാൻ വേണേൽ വെച്ച് നോക്കാം, ഒരു സ്റ്റഡി പ്ലാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിനും കൊടുക്കേണ്ട ഡേയ്സ് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ അറിയാത്തത് അതിന് കൂടുതൽ ഡേയ്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ളതിൽ കുറയ്ക്കുക. അറിയാവുന്ന സബ്ജക്ട്സിന് അധികം സമയം കളയണ്ട. ഒത്തിരി പഠിച്ചിട്ടുള്ള എക്സാംസ്, അതായത് ടോപ്പിക്സ് പിന്നെ എടുത്ത് വെച്ച് പഠിക്കരുത്, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നന്നായിട്ട് അറിയാവുന്ന തോന്നുന്ന ടോപ്പിക്സിന് അധികം സമയം വെറുതെ ഇനിയും കളയരുത്. അപ്പൊ ഇനി നമ്മൾ തുടങ്ങുന്നത് മൊഡ്യൂൾ 1 ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. അതിനൊരു 2 to 3 ഡേയ്സ് മതിയാകും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പിന്നെന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 8 to 9 ഡേയ്സ് മതി. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ 12 to 14 ഡേയ്സ് ഒക്കെ നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡേയ്സ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഓക്കെ, ദെൻ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റ് ആണെങ്കിൽ 3 to 5 ഡേയ്സ് കൊടുക്കുക. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 3 to 4 ഡേയ്സ്. സർവേയിങ് ആണെങ്കിൽ 8 to 10 ഡേയ്സ്. ഓട്ടോകാഡിന് 1 to 2 ഡേയ്സ് മതിയാവും. ഓട്ടോകാഡിലെ കമാൻഡ്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി, പെട്ടെന്ന് നമുക്ക് തീരും. ഒരു 2 ഡേയ്സ് ഒക്കെ മാക്സിമം മതിയാവും.
ദെൻ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ് ആൻഡ് അപ്ലൈഡ് മെക്കാനിക്സ് അതിന് നമുക്ക് 3 ഡേയ്സോ 4 ഡേയ്സോ കൊടുക്കാം. ഒരു ഡേ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രോബ്ലംസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കാം. അതുകൊണ്ടാണ് 5 ഡേയ്സ് വരെ ഇട്ടത്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ 4 to 5 ഡേയ്സ് കൊടുക്കാം. വെയിറ്റേജ് അനുസരിച്ചിട്ടാണ്, മാർക്കിന്റെ വെയിറ്റേജും കൂടെ അനുസരിച്ചിട്ടാണ് ഈ ഡേയ്സ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ദെൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ആണെങ്കിൽ 2 to 3 ഡേയ്സ് കൊടുക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു 60 ഡേയ്സ് കിട്ടും. ബാക്കി ഡേയ്സിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റിവിഷൻ നടത്താം, റിവിഷൻ ചെയ്യാം, മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാം, അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് V4 സിവിലിന്റെ ടെക്സ്റ്റ് ആണ്. V4 സിവിലിന്റെ ഓവർസിയർ എക്സാംസിനും അതുപോലെ ജൂനിയർ എഞ്ചിനീയർ എക്സാംസിനും ഒക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ടെക്സ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇനി വരുന്ന PSC എക്സാംസിനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. 7500+ ക്വസ്റ്റ്യൻസ് എന്നുണ്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഒരു 2005 to 2022 വരെയുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡഡ് ആണ്. അതെന്ന് പറയുന്നത് നോൺ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നോൺ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ആഡ് ആക്കിയിരിക്കുന്നത്. ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് ഉണ്ട്. അതുപോലെ സബ്ജക്ട് വൈസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ടോപ്പിക് വൈസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഗ്രേഡ് വൈസ് കാറ്റഗറൈസേഷൻ എന്ന് വെച്ചാൽ ഗ്രേഡ് 1, 2, 3 ചോദിച്ച ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഗ്രേഡ് 3 ആദ്യം ഗ്രേഡ് 3 ഗ്രേഡ് 3, പിന്നെ ഗ്രേഡ് 2, ഗ്രേഡ് 1, അങ്ങനെ ഗ്രേഡ് വൈസ് തന്നെ ക്വസ്റ്റ്യൻസ് അതിൽ ആഡഡ് ആണ്. അതിൽ റെഫറൻസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ, റെഫറൻസ് എന്ന് പറയുന്നത് നിമിയുടെ ടെക്സ്റ്റ് റെഫറൻസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സും റെഫർ ചെയ്തിട്ടാണ് ഇവർ ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് പർച്ചേസ് ചെയ്യാം. ഞാൻ താഴെ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം. ഇതിന്റെ ഇ ബുക്കും അവൈലബിൾ ആണ്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോഴ്സിനെ പറ്റി പറയാം. നമ്മുടെ കോഴ്സ് എന്ന് പറയുമ്പോൾ 899 rupees ആണ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓഫർ പ്രൈസ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. ആദ്യം ജോയിൻ ചെയ്യുന്ന 150 പേർക്കായിരിക്കും ഈ കോഴ്സ് കൊടുക്കുക എന്ന് പറയുന്നത്. ഈ കോഴ്സ് ഈ പ്രൈസിൽ അവൈലബിൾ ആവുക. ഇതിൽ മെയിൻ എന്ന് പറയുന്നത് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ടായിരിക്കും, മോക്ക് എക്സാംസ് ഉണ്ടായിരിക്കും, സ്റ്റഡി നോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആപ്പിൽ തന്നെ എന്ത് ചെയ്യാം, ഇത് ഓഫ്ലൈൻ ആക്സസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് കാണാം, ആപ്പിൽ തന്നെ കാണാം. നോട്ട്സും വീഡിയോയും ഡൗൺലോഡ് ചെയ്തിട്ട് കാണാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഈ മെയിൽ ഐ ഡിയിൽ മെസ്സേജ് ഇടാം. മെയിൽ ഐ ഡിയിൽ മെയിൽ അയക്കാം. നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 12 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ പർച്ചേസ് ചെയ്താലും എന്ത് കാണാൻ പറ്റും, വീഡിയോ ക്ലാസ്സസ് കാണാൻ പറ്റും. നമ്മൾ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 12 സെപ്റ്റംബർ 1 തൊട്ട് 60+ ഡേയ്സിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ഇത് പ്രോപ്പർ റിവിഷൻ പ്ലാൻ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ എന്താണ് പറയുക, സിലബസ് 60 ഡേയ്സ് നമ്മൾ കൊണ്ട് എന്ത് ചെയ്യും, സിലബസ് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ റിവിഷൻ പ്ലാൻ ഉണ്ടായിരിക്കും. ഡേ വൈസും ടോപ്പിക് വൈസ് ഫോൾഡേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ എക്സാംസും ഉണ്ടായിരിക്കും, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഇതിന്റെ പിന്നെ എന്തായിരിക്കും, നിങ്ങൾ സെൽഫായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതുപോലെ നിമി പഠിക്കാതെ യൂട്യൂബ് ക്ലാസ്സസ് കാണുക. കോഴ്സിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ iOS യൂസേഴ്സ് ആണെങ്കിൽ, അതായത് ഐഫോൺ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആപ്പ് സ്റ്റോറിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ആപ്പ് സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് അതിന്റെ ഓർഗനൈസേഷൻ കോഡ് ചോദിക്കുമ്പോൾ QKOHE എന്ന് കൊടുത്താൽ മതി. QKOHE ആണ് ഓർഗനൈസേഷൻ കോഡ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇനി പ്ലേ സ്റ്റോറിൽ നിന്നാണെങ്കിൽ, അതിൽ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് സിവിൽ PSC ചലഞ്ചർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതിന് ഓർഗനൈസേഷൻ കോഡിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫോളോ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിന് ടെലഗ്രാമും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഫോളോ ചെയ്യുക. ടെലഗ്രാമിൽ ആണെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ആഡഡ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചലഞ്ച് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിമി ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിമിയുടെ ടെക്സ്റ്റിലെ ടോപ്പിക് വൈസ് തന്നെ നമ്മൾ അതിൽ ആഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക മോർ അപ്ഡേറ്റ്സിന്. അപ്പോൾ കോഴ്സിന്റെ ലിങ്കും ആപ്ലിക്കേഷൻ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. എന്ത് ചെയ്യാം, ആ ലിങ്കിൽ പോയിട്ട് ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നമുക്ക് അഡ്മിഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായം കമന്റ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനകത്തുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്